നമസ്കാരം. മധുരമിട്ട യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചരിത്രമുറങ്ങുന്ന വീതിയിലൂടെ ഒരു യാത്രയിലാണ്. ഒരുപാട് നാട്ടുരാജ്യങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് ചുറ്റി സഞ്ചരിച്ചു. ഇതാ പുതിയ അറിവുമായി, പുതിയ അതിഥിയുമായി മധുരമിഠായിയുടെ ചരിത്ര വീഡിയോയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ പാനി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. തച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ശശിയേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. ശശിയേട്ടൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ 10 വർഷത്തെ ജനപ്രതിനിധിയായിരുന്നു. അതിൽ 5 വർഷം പഞ്ചായത്ത് അംഗം, 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടിരിക്കുന്നു. അപ്പോൾ ശശിയേട്ടന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിനെ പറ്റി പറയാനുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അന്നത്തെ തച്ചമ്പാറയുടെ ചരിത്രം നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശശിയേട്ടനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ PS ശശികുമാർ, കുളത്തിപ്പറമ്പിൽ വീട്, തച്ചമ്പാറ. ഞാൻ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാമത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായി 5 കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് ഞാൻ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് അറിവുകൾ, പരിമിതമായ അറിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പങ്കുവെക്കാൻ തയ്യാറാണ്. ശശിയേട്ടാ, നമ്മുടെ തച്ചമ്പാറയെ പറ്റിയിട്ട് പറയുമ്പോൾ ശശിയേട്ടൻ തിരുവിതാംകൂറിൽ നിന്നാണ് വന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. തീർച്ചയായും. അപ്പോൾ ആ കാലത്ത് വന്ന് ഇറങ്ങിപ്പോഴുള്ള തച്ചമ്പാറ, അന്നത്തെ ആ പ്രകൃതിയെ പറ്റിയും അന്നത്തെ ഇവിടുത്തെ ജീവിത രീതി, ജനങ്ങൾ, അന്നത്തെ സൗകര്യങ്ങളൊക്കെ പറ്റി ഞങ്ങൾക്കൊന്ന് പറയാം. കടകമ്പോളങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഓർമ്മയെടുത്ത് പറയാൻ പറ്റും ശശിയേട്ടനെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കുക. ഞാൻ ചന്ദ്രൻ ചോദിച്ച ചോദ്യം പഴയകാല തച്ചമ്പാറയുടെ ഒരു ചരിത്രം അറിയണം എന്നുള്ള രൂപത്തിലാണ് ചന്ദ്രൻ എന്നോട് ചോദിച്ചത്. 61-ലാണ് അച്ഛൻ വരുന്നത്, അതിനുശേഷമാണ് ഞങ്ങൾ വരുന്നത്. പക്ഷെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ ഇതിൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് വലിയൊരു അന്വേഷണം നടത്തി. എന്താണ് തച്ചമ്പാറ? അപ്പോൾ ആ പഠനത്തിൽ നിന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും പറയാൻ കഴിയുന്നത്. ചന്ദ്രൻ അത് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത്. അത് പറയുമ്പോൾ 61-ന് മുമ്പുള്ള പൂർവ്വകാല ചരിത്രമാണ് പറയേണ്ടി വരുന്നത്. തച്ചമ്പാറ എന്ന് പറയുന്ന പ്രദേശം ശരിക്കും പറഞ്ഞാൽ മണ്ണാർക്കാട് താലൂക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. മലയും സമതലവും എല്ലാം ഇറങ്ങിയ ഒരു സ്ഥലമാണ് തച്ചമ്പാറ. തികച്ചും കൃഷിയെ ആസ്പദമാക്കി ജീവിക്കുന്ന ഒരു തലമുറയാണ് പണ്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് പാടത്ത് പണിയുടെ സമയം കഴിഞ്ഞപ്പോൾ പണിയില്ല. ആ ഒരു ചരിത്രം വല്ലാത്ത ദയനീയമായ ചരിത്രമാണ്. പിന്നെ പണി അന്വേഷിച്ച് പോവുകയാണ് പല പ്രദേശങ്ങളിലേക്ക്. പിന്നീട് ഏതെങ്കിലും സമയത്ത് വീടണയുന്ന, മാസങ്ങൾക്ക് ശേഷം വീടണയുന്ന ഒരു രീതി പണ്ട് തച്ചമ്പാറയ്ക്ക് ഉണ്ടായിരുന്നു. തച്ചമ്പാറ എന്ന പ്രദേശം പള്ളിക്കുറുപ്പ്, കാരാകുറിശി പഞ്ചായത്തിൽ നിന്നുള്ള പള്ളിക്കുറുപ്പും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൻ്റെ മുതുകുറിശി ദേശവും അടങ്ങുന്നതാണ് ഈ തച്ചമ്പാറ പഞ്ചായത്ത്. കരിമ്പ പഞ്ചായത്തിൻ്റെ ഭാഗമാകും, കുറേ ഭാഗമുണ്ട്. NH-ൻ്റെ ഈ ഭാഗം മുഴുവൻ ചുരിയോട് പാലം വരെയും കരിമ്പ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. അന്ന് കരിമ്പ പഞ്ചായത്തിൻ്റെയും തച്ചമ്പാറ പഞ്ചായത്തിൻ്റെയും ഒരു കച്ചവട കേന്ദ്രം തച്ചമ്പാറയായിരുന്നു. പ്രധാന കച്ചവട കേന്ദ്രം തച്ചമ്പാറയായിരുന്നു. അത് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു കാലകണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത് ഇവിടുത്തെ പഴയ തലമുറ ഓർമ്മകാലത്തും ഈ ചന്ത അവിടെ ഉണ്ട്. തച്ചമ്പാറ ചന്ത, പിന്നെ കോങ്ങാടി ചന്ത. അത് തച്ചമ്പാറ ചന്ത, കോങ്ങാടി ചന്ത ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ മുന്തി നിൽക്കുന്നു. തച്ചമ്പാറ ചന്ത വളരെ പ്രധാനമാണ്. ഒരു പ്രദേശത്തുള്ള ഒരു 2-3 പഞ്ചായത്തിൻ്റെ ജനങ്ങൾ ഞായറാഴ്ചകളിൽ രാവിലെ മുതൽ വഴിവാണിപ്പോൾ കച്ചവടക്കാരെത്തുകയാണ്. 2ാമത്തെ ദിവസം അവർ പോവുള്ളൂ. അന്നങ്ങനെ പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇവരുടെ കച്ചവടങ്ങൾ നടക്കുക. ഇന്ന് ഇവിടെ തച്ചമ്പാറ ചന്തയാണെങ്കിൽ നാളെ കഴിഞ്ഞ് വേറെ ചന്തയുണ്ടാവും, മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വേറെ ചന്തയുണ്ടാവും. ഇങ്ങനെയാണ് ഈ ചന്തയുടെ പോക്ക്. അപ്പോൾ ഇവരിതിങ്ങനെ കെട്ടിപ്പറക്കി നടക്കുകയാണ്. അവരും വീടണയുന്ന എത്രയോ ദിവസങ്ങൾക്ക് ശേഷമായി കാളവണ്ടിയിൽ പോകുന്നുണ്ട്. അത് പ്രത്യേകത എന്ന് വെച്ചാൽ
ഈ ഇപ്പം നമ്മൾ കാണുന്ന APMCയുടെ പിന്നെ പുറകിലുള്ള APMCയുടെ റബ്ബർ കട ഇരിക്കുന്ന പുറകുള്ള സ്ഥലം മുഴുവൻ ചന്തയ്ക്ക് വേണ്ടി ചേക്കു സാഹിബ് കൊടുത്തതാണ്. അവിടെയാണ് ചന്ത. പിന്നെ ഇപ്പോൾ മാവ് വെട്ടി ഇപ്പോൾ അവരുടെ കെട്ടിടം നിൽക്കുന്നില്ലേ, ആ പ്രദേശം മുഴുവൻ ചന്തയായിരുന്നു. റോഡിൽ അത്രയധികം ആൾക്കാരങ്ങനെ ഈ കച്ചവട സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് ധാരാളം ആൾക്കാർ സെറ്റിലേഴ്സ് വരാറുണ്ട്. എല്ലാ പൂഞ്ചോല, ഇരുമ്പ് കച്ചോല, കാഞ്ഞിരപ്പുഴ, അതുപോലെ തന്നെ പുളിക്കൽ പ്രദേശങ്ങൾ, നമ്മുടെ പാലക്കയം മേഖലകൾ, കാരാകുറിശി പ്രദേശങ്ങൾ, ഇവരൊക്കെ വന്ന് വാങ്ങിയിരുന്ന സ്ഥലം തച്ചമ്പാറ ചന്തയിലാണ്. ഞായറാഴ്ച ഏറ്റിക്കൊണ്ടുപോകണം. നടക്കുകയാണ്. അന്ന് വാഹനങ്ങളില്ല, നടക്കുകയാണ്. സൈക്കിളുള്ളവർ ചുരുക്കമാണ്. സൈക്കിള് ഉള്ളവർ, കാരിയറുള്ള സൈക്കിളൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷെ അതും ചുരുക്കമാണ്. നടപ്പ് തന്നെ. അതിപ്പോൾ നമ്മുടെ മുതുകുറിശി പ്രദേശത്ത് നടന്നാൽ പണ്ട് എല്ലാവരും പോയിരുന്നത്. കാരാകുറിശിക്ക് കൂട്ടിലക്കട അവർക്ക് നടന്നല്ലേ പോയിക്കൊണ്ടിരുന്നത്. വെള്ളം മണ്ണ് റോഡുകളായിരുന്നു. മണ്ണ് റോഡുകളാണ്. വാഹനങ്ങൾ പോകില്ല, അതുകൊണ്ട് പൊടി ശല്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം മണ്ണ് റോഡാണെങ്കിൽ ഭയങ്കര പൊടി ശല്യമാവും ഒരു വാഹനം പോകുമ്പോഴത്തേക്ക്. അങ്ങനെയായിരുന്നു അന്ന്. ഈ വൈകുന്നേരം ആയാലേ ഈ പന്തക്കുറ്റിയുടെ ഒരു തിരക്കാണ്. ഈ പന്തക്കുറ്റി കുത്തി വെച്ചിട്ടുണ്ടാവും ഒരു സാധനത്തിനകത്ത്. വെളിച്ചം വേറെ ഇല്ല. വലിയ കച്ചവടക്കാർ മറ്റേ പെട്രോൾ മാക്സ് കൊണ്ടുവരും. ടോർച്ച് വളരെ വളരെ കുറവുള്ള സമയം. ടോർച്ചും പഴയ ബുഷ് റേഡിയോ ഒക്കെ, നെൽക്കോ ബുഷ് അല്ല, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. എല്ലാവരുടെയും. എന്നിട്ട് ഇത് രാത്രി ഒരു 8-9 മണി വരെ കച്ചവടം. എന്നിട്ട് അത് മടക്കി വെച്ച് അവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ പാക്ക് ചെയ്ത് പോകും. ഒരാഴ്ച കച്ചവടം കൊണ്ട് അവിടെ വരുന്ന കച്ചവടക്കാർ, അത് പുകല കച്ചവടം ചെയ്തവർ, വെറ്റിൽ കച്ചവടം ചെയ്തവർ, പച്ചക്കറി കച്ചവടം ചെയ്യുന്നവരുണ്ടാവും, തുണി കച്ചവടം ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ വിവിധ ചട്ടിയും കലവും ചെയ്യുന്നവരുണ്ടാവും. എല്ലാം കിട്ടും. ചന്തയിലെല്ലാം കിട്ടും. മൃഗങ്ങളുടെ കച്ചവടം ഉണ്ടായിരുന്നില്ല. മൃഗങ്ങളുടെ കച്ചവടം ഈ ചന്തയിലുണ്ട്. അത് കോങ്ങാട് ചന്തയിലാണ് പ്രധാനമായി. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പലവ്യഞ്ജന സാധനങ്ങൾ മറ്റു മറിച്ചത്, അല്ലെങ്കിൽ ഈ വള, മാല, അന്ന് ഇതാണല്ലോ. അന്ന് സ്വർണ്ണാഭരണങ്ങൾ കുറവുള്ള സമയമാണ്. എല്ലാം ഈ പറയുന്ന പോലെ എന്താ വെച്ചാൽ വളയും മാലയും എല്ലാം, ഈ കുപ്പിവള, അതെല്ലാം അതിന് തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. പിന്നെ തുണി തയ്ച്ചുകൊണ്ട് വരുന്നവരുണ്ട്, ഷർട്ട് അങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു കച്ചവടമായിരുന്നു. അതായത് ആ ചന്തയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ കച്ചവടം, വലിയ വ്യാപാര സമുച്ചയങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം ക്രമേണ അത് അസ്തമിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നുപോയി. അതിപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുപോയി. ഇപ്പോൾ പച്ചക്കറി മാത്രമായിട്ട് പുതുപ്പരിയാരത്തോ നമ്മുടെ മറ്റേ പിരിവുശാലിലേക്ക് പച്ചക്കറി മാത്രമായി കച്ചവടം ചെയ്യുന്ന, ആഴ്ചയ്ക്കൊന്ന് കച്ചവടം ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ശനിയാഴ്ച ചിലരൊക്കെ ഇപ്പോഴും ഇവിടെ വരാറുണ്ട്. ഇതാണെന്നൊരു അന്നത്തെ കടകളെ കുറിച്ച് പറഞ്ഞത് ഭയങ്കര. അന്ന് പൗരാണിക കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളിൽ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഓയിൽ മിൽസ്, പള്ളിവാക്ക് കുഞ്ഞേട്ടൻ്റെ ഓയിൽ മില്ല് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ല, APMCയുടെ ആ ബിൽഡിങ്, അത് വളരെ സ്ട്രോങ് ബിൽഡിംഗ് ആണ്. അതൊക്കെ ആ ബിൽഡിംഗ് മാത്രം, ബാക്കി എല്ലാം പൊളിച്ചു. അതായത് പൊതുവച്ചോര കുട്ടിമൈദീനക്കാരുടെ കെട്ടിടം ഉണ്ടായിരുന്നു. എത്ര കെട്ടിടത്തിന് അറിയാമല്ലോ കെട്ടിടം. എത്ര നല്ലൊരു കെട്ടിടമായിരുന്നു. നിറയെ കടമുറികൾ. നമ്മുടെ കുഞ്ഞിക്കാട് അറയ്ക്കാക്കട ഇവിടെ ഇപ്പുറത്ത് നല്ല സുഖമായിരുന്നു. അതിന്റെ മുകളിൽ തട്ട് അങ്ങനെയിട്ട് വളരെ. അത് പിന്നീട് അതാണ് വാര്യങ്ങാട്ടുകാർ മേടിച്ചിപ്പോൾ കോംപ്ലക്സ്, വാര്യങ്ങാട്ടിലെ കോംപ്ലക്സ് അതാണ്. അത് കൂടാതെ എൻ്റെ അച്ഛൻ കച്ചവടം ചെയ്തിരുന്ന ഒരു ബഹുമാനായ ഒരു ബഹുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മറക്കാൻ കഴിയാത്തൊരു അദ്ദേഹം കുഞ്ഞേമു ഹാജിയാരെന്ന് പറയും. ഏത് മദാരിക്കാട് ഇപ്പുറത്തെ ബഷീറിന്റെ നാസറിന്റെ ഒക്കെ വാപ്പാട് ജ്യേഷ്ഠൻ, വയറിങ്ങാട്ടിൽ കുഞ്ഞേമു ഹാജിയാർ. ഫുൾ കൈ ഷർട്ട് ഇട്ട് ഫുൾ കഷണ്ടിയാണ് ആള് വരുന്നത്. ഞാൻ വളരെ ചെറുതാണ്, എന്നെ പേടിപ്പിക്കുക. ഇരട്ടമയിൽ മേടിക്കുന്നത്, ഇരട്ടമയിൽ ബീഡി ഉണ്ട്. അപ്പം ഞാൻ ഈ ബീഡി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയുണ്ട്, ഇങ്ങനെ നിറയെ ബീഡി അടിക്കും. അവിടെ നിന്ന് എന്നെ മിരട്ടും, പേടിപ്പിക്കും. എന്നുവെച്ചാൽ എനിക്ക് ഈ ഫുൾ കൈ കാണുന്ന പേടിയാണ്. ഇവിടെ കുടുക്കൊക്കെ ഇട്ടിട്ട് ഈ കയ്യെ കുടുക്കിട്ടിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കെട്ടിടം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അവർ ശരിക്കും സെറ്റിലറാണ്. അവർ ചാവക്കാട് ഭാഗത്തുനിന്ന് വന്നവരാണ് അവർ. പിന്നുള്ളത് അപ്പുറത്ത് കുഞ്ഞാറാജി ഹാജിയാരുടെ കെട്ടിടം. കുഞ്ഞാറാജി നമ്മുടെ തേക്കത്ത് അദ്ദേഹത്തിൻ്റെ കെട്ടിടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെട്ടിടം പൊളിച്ചിപ്പോൾ അടുത്ത കാലത്താണത് പുതിയ കെട്ടിടമാക്കി പണിത്. ഇപ്പോഴത്തെ ഓട്ടുപാറത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ കെട്ടിടമുണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ അബുക്കായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ആയി, അതും വിറ്റു. അങ്ങനെ അവരുണ്ട്. അങ്ങേപ്പുറത്ത് നമ്മുടെ പിന്നെ യൂസഫിൻ്റെ അച്ഛന് കെട്ടിടമുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ സാഗര ഹോട്ടലൊക്കെ ഇരിക്കുന്നത് ഇപ്പുറത്തുള്ള കെട്ടിടം. പിന്നെ അതുപോലെ തന്നെ പഴയൊരു കെട്ടിടം എന്ന് പറയുന്നത് പിന്നെ ടൈലർ റംസക്കാട് ആ കെട്ടിടം. അതിനിടയ്ക്ക് ഒരു ധനലക്ഷ്മി ബാങ്ക് ഒരു കെട്ടിടമുണ്ട്. അത് എനിക്ക് ഇടച്ചൊലക്കാരുടെ ആയിരുന്നു ആ സ്ഥലം. എനിക്ക് ബലമായ സംശയം, എനിക്കത് കൃത്യമായി ഓർമ്മ വരുന്നില്ല. പിന്നെ APക്കാരുടെ ഇപ്പുറത്ത് കേട്ടിട്ടുണ്ട്.
അതായിരുന്നു തച്ചമ്പാറ കെട്ടിടത്തിൻ്റെ ഒരു സ്ഥിതി. താഴെ അന്ന് ഉണ്ടായിരുന്ന കച്ചവടം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കച്ചവടം AP ചേക്കു സാഹിബിൻ്റെയാണ്. അതൊരു പലചരക്കടയാണ്. പിന്നെ അതുപോലെ തന്നെ തൊട്ടി കുഞ്ഞാലിക്കയുടെ കട. പിന്നെ പലചരക്ക് തുടങ്ങിയ അച്ഛന 61 എൻ്റെ അച്ഛനെ പലചരക്കടയാക്കി തുടങ്ങി. അച്ഛൻ വന്ന് അച്ഛൻ ഇവിടെ കാണാൻ വരുന്നു. അവിടെ അച്ഛന് കടയായിരുന്നു. അപ്പോൾ അതും പലചരക്ക് കടയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഉള്ള ഒരു മുതുകുറിശിയുള്ള അച്ഛനെ ഒരു സുഹൃത്തല്ല, അങ്ങനെ എതിർച്ചയായി പരിചയപ്പെട്ടു. അത് ഞങ്ങളുടെ കഞ്ഞിക്കുഴി പ്രദേശവും കൊല്ലാട് എന്നുള്ള സ്ഥലത്താണ് അവരുടെ വീട്. അതും കോട്ടയം ടൗണാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ടപ്പോൾ ശ്രീധർ അവിടെ നല്ല ചന്തയൊക്കെ ഉള്ള സ്ഥലം, നല്ല കച്ചവടം നടക്കുന്ന സ്ഥലം, സെറ്റിലേഴ്സ് ഒരുപാടുണ്ട്, അപ്പോൾ തുടങ്ങിയാൽ നന്നായിരിക്കും. അങ്ങനെ അച്ഛൻ ഇവിടെ വന്നിട്ട് അന്ന് അവിടുന്ന് ആരും ഇങ്ങോട്ട് വരില്ല. അന്ന് ഈ മലബാർ ലഹള നടന്നതാണ്. അവിടുത്തെ തിരുവാങ്കൂറിലെ ഒരു വലിയ പേടി സ്വപ്നമാണ് മലബാർ ലഹള. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അവർ 11 മക്കളാണ്, 4 ആണും 7 പെണ്ണും. അതിൽ നല്ല ദൃഢഗാത്രനായ ഒരു അമ്മാവനുണ്ട്, മാധവൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ചിട്ട് അച്ഛൻ പോരാൻ നിന്നത്. പക്ഷേ സമയമായപ്പോൾ ഈ 11 മക്കളുള്ള 4 മക്കളുള്ള എൻ്റെ വല്യച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു തടസ്സം പറഞ്ഞില്ല. 11 മക്കളുള്ള അമ്മയുടെ അച്ഛൻ പറഞ്ഞു നീ പോകണ്ടെന്ന് പറഞ്ഞു. അവൻ പോകാണ്ട് പോയിക്കോട്ടെ. ആ പ്രദേശത്തിനെ കുറിച്ച് മലബാറുകളെ കുറിച്ചുള്ള പേടി സ്വപ്നം. അച്ഛൻ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അച്ഛന് അത്ര വലിയ ആൾ വലിപ്പമൊന്നും ഇല്ലെങ്കിലും ധൈര്യശാലി ഒരു മനുഷ്യനാണ്. ഇവിടെ വന്നിട്ട് ഇത് ഈ കുഞ്ഞമ്മാജിയരുമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അതിനുശേഷം ആ കട അവിടെ വേറെ ആൾക്ക് വിൽക്കുന്ന പിന്നീടാണ്. ആ കട വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്ന് കട തുടങ്ങിയത്.